തീർച്ചയായും കിസാൻ ന്യായ്, യുവ ന്യായ്, നാരി ന്യായ്, ശ്രമിക് ന്യായ്, ഹിസ്സേദാരി ന്യായ് അങ്ങനെ ആ, എല്ലാവർക്കും ന്യായം, എല്ലാവർക്കും നീതി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഈ പ്രകടന പത്രികയിൽ പറയുന്നത്. പഞ്ച് ന്യായ്, 25 ഗ്യാരണ്ടി, 25 ഗ്യാരണ്ടിയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ യാത്രയിലൂടെ നൽകിയത്. ഘർ ഘർ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. എല്ലാ വീടുകളിലും എല്ലാ മനുഷ്യനും ന്യായം നൽകുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രകടന പത്രിക പൂർത്തിയായിരിക്കുന്നത്. പ്രകടന പത്രിക എന്ന് പോലും അല്ല കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്, ന്യായ് പത്ര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ എനിക്ക് ഇക്കാര്യത്തിലുള്ള വിമർശനം, കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു ഇലക്ട്രൽ വിജയം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു രാഷ്ട്രീയം തുറന്നു പറഞ്ഞാൽ. കാരണം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 10 വർഷത്തെ BJP ഭരണം രാജ്യത്തെ രണ്ടായി വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർഗീയമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറേ കാലമായി നരേന്ദ്രമോദി ഹിന്ദുത്വ പൊളിറ്റിക്സ്, ഇപ്പോൾ 1990കളിൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ വന്നു. അതിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ VP സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ മണ്ഡൽ ഭൂതത്തെ തുറന്നു വിട്ടിട്ടാണ് ഒരു പരിധിവരെ BJPയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. പിൽക്കാലത്ത് ആ മണ്ഡൽ കമ്മീഷനെയും മറികടന്നുകൊണ്ട് ആ ഹിന്ദുത്വ പൊളിറ്റിക്സ് മുന്നോട്ട് പോയി. 2014 മുതൽ നരേന്ദ്രമോദി അത് വേറൊരു തലത്തിലേക്ക്, ഒരു ഹിന്ദു രാഷ്ട്ര തലത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായ ഒരു നെറേറ്റീവ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ BJPയുടെ ഭാഗത്തു നിന്നുണ്ട്, RSSൻ്റെ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനോടൊപ്പമാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പ്രധാനപ്പെട്ട വിഷയമാകുന്നത്. നോക്കൂ, നമ്മൾ ഏറ്റവും ഒടുവിൽ ഹിമാചലിൽ വിജയിച്ച ഘട്ടത്തിൽ, ആ ഘട്ടത്തിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഗ്യാരണ്ടികളെയും സോപ്സിനെയും നരേന്ദ്രമോദി തുറന്ന് എതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത്തരം സോപ്സ് ഇന്ത്യയുടെ എക്കണോമിയെ തകർക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അത് കർണാടകത്തിലേക്ക് ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഈ ഗ്യാരണ്ടിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണല്ലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇവർക്ക് ഈ ഗ്യാരണ്ടികൾ, നാട്ടിലെ ജനങ്ങൾക്ക് ഗ്യാരണ്ടികൾ പ്രധാനപ്പെട്ട ഒരു ആകർഷണ വസ്തുവാണ് എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ആ സ്ട്രാറ്റജി ഏറ്റെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. ആ 5 സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെയും BJPക്ക് റീജിയണൽ സത്രപ്പുമാരുണ്ടായിരുന്നില്ല. നേരിട്ട് നരേന്ദ്രമോദിയാണ് മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ള നിലയിൽ ഒരു പ്രചരണ വിഷയമാക്കുന്നത്. അത് നടപ്പിലാക്കിയ കാര്യവും നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുകയാണ്. മോദി ഒന്നും നടപ്പാക്കിയിട്ടില്ല. നോക്കൂ, വിദേശത്തെ കള്ളപ്പണക്കാരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നിട്ടില്ല. 15 ലക്ഷം രൂപ ഒരു ആളുടെ പോക്കറ്റിൽ ഉണ്ടാകുന്ന വിധത്തിൽ ഇന്ത്യൻ എക്കണോമിയിലേക്ക് ഈ പണം തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ മോദിയുടെ ജുംലകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മോദി ഇപ്പോൾ ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകളുടെ പണം കൊണ്ടുവന്ന് ആ നിലയിൽ പ്രചരണം സംഘടിപ്പിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്തോ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് എന്ന നിലയിൽ. നോക്കൂ, അങ്ങനെ മോദി ഗ്യാരണ്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഹിന്ദുത്വ അജണ്ടയ്ക്കൊപ്പം മോദി ഗ്യാരണ്ടി ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഈ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നിതീഷ് കുമാറിൻ്റെ ഒരു അജണ്ടയായിരുന്നു അത്, ആ നിലയിലുള്ള അജണ്ടയുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി വേണം. നമുക്ക് രാഹുൽ ഗാന്ധി പോയി പ്രസംഗിക്കുന്നു ഈ ജാതി സെൻസസ് വേണമെന്ന്, അവിടുത്തെ പ്രാദേശിക നേതൃത്വങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഒരാൾ പറയുന്നു, വേറൊരാൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉണ്ണി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക്, നോക്കൂ, നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ പറയുന്ന ഇപ്പോൾ ജാതി സംവരണമാണ് പറയുന്നതെങ്കിൽ അതിലധിഷ്ഠിതമായിട്ടുള്ള വികസനമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇത് കണക്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ജാതി സംവരണം പറയുന്നത് എന്തിനാണ്? ഈ പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന വികസനത്തിൻ്റെ നേട്ടം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പിന്നീട് നൽകുന്ന വാഗ്ദാനങ്ങൾ ഇതുമായി കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കണക്റ്റഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജാതി സംവരണം വീണ്ടും പറയാൻ പോവുകയാണോ? സംവരണം പറയാൻ പോവുകയാണ് എങ്കിൽ അതിനൊരു കണക്ഷൻ കൊടുക്കണം. അവരുടെ ഈ പറയുന്ന AICCയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ആ കണക്ഷൻ ഉണ്ടാകണം. ആ നിലയിൽ ഉണ്ടാവും. അപ്പോൾ നമുക്കത് പൂർണ്ണരൂപം വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ പണം ചെലവഴിച്ചുകൊണ്ട്, നോക്കൂ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷം കോടിയിലധികം രൂപയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചെലവഴിക്കാൻ പോകുന്നത്. അതിൽ മഹാഭൂരിപക്ഷവും ചെലവഴിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള മൊബൈൽ നമ്പറുകളിൽ, വാട്സപ്പ് നമ്പറുകളിലേക്ക് BJPയുടെ പ്രചരണ മാർഗങ്ങൾ, BJPയുടെ പ്രചരണ
പാംഫ്ലെറ്റുകൾ അതെ. നമ്മുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ കോർപ്പറേറ്റുകളെയും ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചരണ കോലാഹലം നടത്തുന്നിടത്ത് ഇപ്പുറത്തൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്രചരണ മാർഗം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദൗർബല്യം വളരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നതാണ്. ആ നിലയിൽ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തായിരുന്നു? 7,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ്, അല്ലേ? അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് 7,000 രൂപ വെറുതെ കിട്ടുകയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളാകെ വോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുള്ള അതെന്തുകൊണ്ടാണ്? കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്, തുടർച്ച ഇല്ലാത്തതുകൊണ്ടാണ്. ആ നിലയിൽ തുടർച്ചയുടെ ഒരു അഭാവം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സ്ട്രാറ്റജിയിലുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന അവർ പറയുന്ന മുദ്രാവാക്യങ്ങളിലുണ്ട്. Meet the editors.